മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം മൂന്നാമത്തെ ദശകത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത്. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യൻ മന്യേ സമസിഗത സർവാഭിലഷിതൻ. രണ്ടാമത്തെ ദശകത്തിൽ ഭക്തി യോഗമാണ് ജ്ഞാനയോഗത്തിനെക്കാട്ടിലും കർമ്മയോഗത്തിനെക്കാട്ടിലും ശ്രേഷ്ഠം എന്നുള്ളത് ഉറപ്പിച്ചു. ഇനി ഈ ദശകത്തിൽ ഭക്തിയോഗം തനിക്ക് ഉണ്ടാവാനായിട്ട് എങ്ങനെയാണ് തനിക്ക് ഭക്തിയോഗം ഉണ്ടാവുക, ആ ഭക്തി ഉണ്ടാവാനുള്ളതായിട്ടുള്ള ഭഗവത് പ്രാർത്ഥനയാണ് ഈ ഈ ദശകത്തിൽ ഒരുവിധം മുഴുവനും ഉള്ളത്. ആദ്യത്തെ ശ്ലോകത്തിൽ ഭക്തന്മാരെ സ്തുതിക്കുകയാണ് ചെയ്യണത്. പഠന്തഃ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തഃ രൂപം തേ വരദ കഥയന്തഃ ഗുണകഥാഃ ചരന്തഃ യേ ഭക്താഃ ത്വയി ഖലു രമന്തേ. യേ ഭക്താഃ ത്വയി രമന്തേ. യേ ഭക്താഃ യാതൊരു ഭക്തന്മാരാണോ ത്വയി രമന്തേ അങ്ങയിൽ രമിക്കുന്നത്, അങ്ങയിൽ തന്നെ സർവസന്തോഷങ്ങളും കാണുന്ന ഭക്തന്മാര്, നാരദാദികളായിട്ടുള്ള ഭക്തന്മാര്, അവർക്ക് വേറെ അഭിലാഷങ്ങളൊന്നുമില്ല. അങ്ങയെ തന്നെ ചിന്തിച്ചുകൊണ്ട്, അങ്ങയെ തന്നെ ജപിച്ചുകൊണ്ട്, അങ്ങയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ടും അങ്ങയെ ചിന്തിച്ചുകൊണ്ടും അങ്ങയെ പറ്റി കീർത്തിച്ചുകൊണ്ടും കാലം കഴിക്കുക എന്നല്ലാതെ കണ്ട് വേറെ ഒരു ചിന്തയും ഇല്ലാതെ കണ്ട് സർവഭാവങ്ങളും അങ്ങയിൽ തന്നെ ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ഏത് ഭക്തന്മാരാണോ രമിക്കുന്നത്, അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തന്മാരെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ് അവർ രമിക്കണത്? നാമാനി, അങ്ങയുടെ നാമങ്ങളെ, നാമാനി പഠന്തഃ, അങ്ങയുടെ നാമങ്ങളെ ജപിച്ചുകൊണ്ട്, പഠന്തഃ എന്നുവെച്ചാൽ ജപിക്കുക തന്നെ, ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട്, അങ്ങയുടെ നാമങ്ങൾ ഉച്ചത്തിൽ നാമാനി പഠന്തഃ ജപിച്ചുകൊണ്ടും പ്രമദഭരസിന്ധൗ നിപതിതാഃ, അങ്ങനെ ആ ജപിച്ചുകൊണ്ട് തന്നെ പ്രമദഭരസിന്ധൗ, പ്രമദം അത്യധികമായിട്ടുള്ള സന്തോഷം, സന്തോഷാധിക്യത്തിൽ ആ പ്രമദഭരം അത്യധികമായിട്ടുള്ള സന്തോഷമാകുന്ന സിന്ധു സമുദ്രം, ആ സന്തോഷം തന്നെ ഒരു സമുദ്രമായിട്ട്, അങ്ങനെ അത്യധികമായ സന്തോഷമാകുന്ന സമുദ്രത്തിൽ നിപതിതാഹ, നിപതിച്ചിട്ട് അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട്, ആ സന്തോഷ സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട്, പിന്നെ പഠന്തഃ നാമം ജപിക്കുക മാത്രമല്ല, സ്മരന്തഃ രൂപം തേ, തേ രൂപം സ്മരന്തഃ, അങ്ങയുടെ ആ അതിമനോഹരമായിട്ടുള്ള ആ രൂപത്തെ സ്മരിച്ചുകൊണ്ടും അങ്ങയുടെ നാമങ്ങളെ ജപിച്ചുകൊണ്ടും, തേ രൂപം സ്മരന്തഃ, അങ്ങയുടെ രൂപത്തെ സ്മരിച്ചുകൊണ്ടും, അതിമനോഹരമാണ് ആ രൂപം എന്ന് നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ളതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള രൂപത്തെ സ്മരിച്ചുകൊണ്ടും, കഥയന്തഃ ഗുണകഥാഃ, തേ ഗുണകഥാഃ കഥയന്തഃ, എല്ലാറ്റിലേക്കും തേ എടുക്കണം, തേ നാമാനി പഠന്തഃ, തേ രൂപം സ്മരന്തഃ, തേ ഗുണകഥാഃ കഥയന്തഃ, തേ അങ്ങയുടെ ഗുണകഥകൾ, ഗുണങ്ങളാകുന്ന കഥകളെ, ഗുണങ്ങൾ വഴിഞ്ഞൊഴുകുന്നതായിട്ടുള്ള കഥകളെ, അല്ലെങ്കിൽ ഗുണങ്ങളെയും കഥകളെയും എന്ന് അങ്ങനെ എടുക്കാം. ഗുണകഥാഃ കഥയന്തഃ, അങ്ങയുടെ ഗുണകഥകളെക്കുറിച്ച്, അങ്ങയുടെ ഇഷ്ടങ്ങളായിട്ടുള്ള കഥകൾ, ചരിത്രങ്ങൾ, ആ ചരിതങ്ങളെക്കുറിച്ച് കീർത്തിച്ചുകൊണ്ടും, കഥയന്തഃ പറഞ്ഞുകൊണ്ട് കീർത്തിച്ചുകൊണ്ടും, കഥയന്തഃ യേ ഭക്താഃ ചരന്തഃ, ഏത് ഭക്തന്മാരാണോ സഞ്ചരിക്കുന്നത്, അവർക്കൊരു ദിക്ക് സ്ഥിരമായിട്ടിരിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ ഭഗവത് കഥകളെ കീർത്തിച്ചുകൊണ്ടും ഭഗവത് നാമങ്ങളെ ജപിച്ചുകൊണ്ടും ഭഗവാന്റെ ഭഗവത് രൂപത്തെ സ്മരിച്ചുകൊണ്ടും അങ്ങനെ ആനന്ദ സമുദ്രത്തിൽ ആറാടിക്കൊണ്ട് വീട് വീഴാന്തരം അല്ലെങ്കിൽ ഒരു ദേശത്തിൽ ദേശാന്തരം സഞ്ചരിക്കുന്നതായിട്ട് യേ ഭക്ത ചരന്തഃ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു.
അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഭക്താഹ യാതൊരു ഭക്തന്മാരോ ആണോ ഉള്ളത്? തുയി ഖലുരമന്തേ, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഭക്തന്മാരാണോ അങ്ങയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത്? തുയി അങ്ങയിൽ തന്നെ രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. തുയി ഖലുരമന്തേ, അങ്ങയിൽ തന്നെ, വേറെ ഒന്നുമില്ലാതെ കണ്ട് അങ്ങയിൽ തന്നെ രമിച്ചുകൊണ്ട് സന്തോഷം കണ്ടുകൊണ്ട് വർദ്ധിക്കുന്നതായിട്ടുള്ള സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭക്താഹ യാതൊരു ഭക്തന്മാരാണോ ഉള്ളത്? അവരെ താൻ അപ്രകാരമുള്ളതായിട്ടുള്ള ആ ഭക്തന്മാരെ പരം അമൂൻ ചൽ ഈ ഭക്തന്മാരെ, ഇപ്രകാരമുള്ളതായിട്ടുള്ള ഭക്തന്മാരെ അഹം ധന്യാൻ മന്യേ, ഞാൻ അവരെ ധന്യന്മാരായിട്ട് കരുതുന്നു, അവർ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും ഭാഗ്യവാന്മാരായിട്ട് പരം ധന്യാൻ മന്യേ, ഏറ്റവും ഭാഗ്യവാന്മാരായിട്ട് ഞാൻ കരുതുന്നു. സമധിഗത സർവാഭിലഷിതാൻ, എന്താണ് ഇത്ര ഭാഗ്യം ഉണ്ട് എന്നവരെ എഴുതാനായിട്ട് കാരണം? സമധിഗത സർവാഭിലഷിതാൻ, അവർക്ക് എല്ലാ അഭിലാഷങ്ങളും, സർവാഭിലഷിതാൻ, സർവമായിട്ടുള്ള അഭിലാഷങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും, സമധിഗത സർവാഭിലഷിതാൻ, പ്രാപിച്ചു കഴിഞ്ഞതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും അവരുടെ സാധിച്ചു കഴിഞ്ഞു. അതായത് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ സാധിക്കാനുള്ളൂ. വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവത് പാദത്തെ ചിന്തിക്കുക, ഭഗവത് കഥകളെ പാടുക, ഭഗവത് രൂപത്തെക്കുറിച്ച് ചിന്തിക്കുക, ഇങ്ങനെയുള്ളതല്ലാതെ കണ്ട് വേറെ ഒന്നും അവർക്ക് ആഗ്രഹമില്ല. അത് അവർക്ക് സിദ്ധിക്കുന്നുണ്ട്, അവർക്ക് അങ്ങനെ നടക്കാൻ സാധിക്കുന്നു. വേറെ യാതൊരു ചിന്തകളുമായി സംസാരത്തിലുള്ളതായിട്ടുള്ള യാതൊരു വിഷയങ്ങളിലെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ചിന്തകളുമില്ലാതെ ഭഗവാന്റെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് ഭഗവത് രൂപത്തെ സ്മരിച്ചുകൊണ്ട് ഭഗവത് കഥകളെ പാടിക്കൊണ്ട് സഞ്ചരിക്കുക, അതിൽ തന്നെ സന്തോഷം കാണുന്നതായിട്ടുള്ള ആ ഭക്തന്മാരെ, അവർക്ക് എല്ലാ അഭിലാഷങ്ങളും സാധിച്ചു കഴിഞ്ഞു. വേറെ ഇനി അവർക്ക് കിട്ടാനായിട്ടൊരു അഭിലാഷമില്ല. അങ്ങനെ, അതായത് ഭഗവത് പദപ്രാപ്തി, അതാണ് ഏറ്റവും വലിയ ആശ്രയം, ആഗ്രഹം. ആ ആഗ്രഹം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിന്ത എല്ലതും ഭഗവാനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ആഗ്രഹമൊന്നും ഇല്ലാതെ കണ്ടായിട്ട് തീർന്നിരിക്കണവർ. അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തന്മാരെ ഏറ്റവും ധന്യന്മാരായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിവദിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലുരമന്ദേ പരമമൂനഹം ധന്യൻ മന്യേ സമധിഗത സർവാഭിലഷിതൻ. ജപിച്ചും നാമങ്ങൾ പുനരഥ നിനച്ചും തിരൂടൽ തുടിച്ചും മോദപ്പൂങ്കടലിൽ ഉരുവിട്ടും കഥകളെ നടക്കും ഭക്തന്മാർ ഇവരതിഹരത്താൽ തവ ഹരേ നിനച്ചാൽ ധന്യന്മാരിവരഖില ഇഷ്ടത്തിനധിപർ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.